സായി, ഇന്നലെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ എങ്ങനെയായിരുന്നു? രാത്രി പൊതുവെ ശാന്തമായിരുന്നു. കുവൈറ്റിൽ സ്ഫോടനമുണ്ടായി എന്നൊരു വാർത്ത കേട്ടു. അതൊഴിച്ചു നിർത്തിയാൽ പൊതുവെ ശാന്തമായിരുന്നു ഗൾഫ് മേഖല എന്നാണ് മനസ്സിലാക്കുന്നത്. ദുബായിലും അബുദാബിയിലും ബഹ്റിനിലും ഖത്തറിലുമൊന്നും വലിയ രീതിയിൽ കഴിഞ്ഞ മുൻപത്തെ ദിവസങ്ങളിൽ ഉള്ളതുപോലെയുള്ള ആക്രമണമൊന്നും നമ്മൾ കേട്ടിട്ടില്ല എന്നറിയുന്നു. എന്താണ് ഗൾഫ് രാജ്യങ്ങളിലെ ഇന്നലത്തെ രാത്രിയിലെ അവസ്ഥ സായി? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അല്പം സമാധാനമുണ്ട്. ദുബായ് അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് പുതിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായുള്ള റിപ്പോർട്ടുകൾ വരുന്നില്ല. പക്ഷേ ഇപ്പോൾ അല്പം മുൻപ് സൗദിയിൽ 3 ഡ്രോണുകൾ, ഇറാൻ ഡ്രോണുകൾ അവർ വെടിവെച്ചിട്ടതായി സൗദി ആഭ്യന്തര മന്ത്രാലയം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അൽഗർജ് മേഖലയിലേക്കാണ് ഇറാന്റെ ഡ്രോണുകൾ എത്തിയത്. കുവൈത്തിൽ ഒരു തുറമുഖത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന, നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിന് സമീപം സ്ഫോടനമുണ്ടായതായുള്ള റിപ്പോർട്ടുകളും അവരുടെ നാവിക വിദഗ്ധർ നൽകുന്നുണ്ട്. അവിടെയും മറ്റ് ആശങ്കകളൊന്നുമില്ല. അതൊക്കെ നിർവീര്യമാക്കാൻ കഴിഞ്ഞതായി തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഖത്തറിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയൊരു വിവരം, ദോഹയിൽ അമേരിക്കൻ എംബസിക്ക് സമീപമുള്ള മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് ഒഴിപ്പിച്ച് മറ്റൊരിടത്തേക്ക് താമസിപ്പിക്കുകയാണ്. അതൊരു മുൻകരുതലിൻ്റെ ഭാഗമാണ് എന്നാണ് ഖത്തർ തന്നെ നൽകുന്ന വിവരം. അമേരിക്കൻ എംബസിക്ക് അടുത്ത് താമസിക്കുന്ന ഖത്തർ ആരായിട്ടുള്ള മുഴുവൻ പൗരന്മാരെയും, വിദേശികളായിട്ടുള്ള എല്ലാവരെയും ആ ഭാഗത്ത് നിന്ന് പൂർണ്ണമായും ഒഴിപ്പിക്കുന്നു. ഒരുപക്ഷെ അങ്ങോട്ടേക്ക് ഒരു ആക്രമണം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പിൻ്റെ ഭാഗമാണ് എന്നാണ് വിശദീകരണം. അവർക്ക് പകരം മറ്റ് താമസ സൗകര്യങ്ങളൊക്കെ ഖത്തർ മന്ത്രാലയം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും പറയുന്നു. ലെബനോനിലാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ ആക്രമണം കൂടുതൽ കടുപ്പിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആക്രമണം രാവിലെ മുതൽ അവിടെ നടക്കുന്നു എന്നാണ് അറിയുന്നത്. 3 പേർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം അവിടെയുള്ള പലസ്തീൻ അഭയാർത്ഥികളുടെ ഒരു ക്യാമ്പിലേക്കും ആക്രമണം നടന്നു എന്നുള്ള ഒരു വിവരം ഇപ്പോൾ വരികയും ചെയ്യുന്നുണ്ട്. അമേരിക്കയിലും ഇസ്രയേലിലുമൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയായിട്ടുണ്ട് ഇറാനെതിരായിട്ടുള്ള ആക്രമണം. കഴിഞ്ഞ ദിവസം സെനറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ചർച്ച വന്നു. അവിടെ വോട്ടെടുപ്പ് നടന്നു. അവിടെ 57 വോട്ട് ട്രംപിന് ലഭിച്ചു എന്നുള്ളൊരു വിവരം വരുന്നു. 47 വോട്ട് മാത്രമാണ് ഇറാനെതിരെ ആക്രമണത്തെ എതിർക്കുന്ന ആളുകൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് ഇനി ഇതുമായി മുന്നോട്ട് പോകാൻ സെനറ്റിൻ്റെ കൂടി ഒരു പിന്തുണ ട്രംപിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രയേലും അവരുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പറയുന്നത് തങ്ങൾ വിജയത്തിലേക്ക് അടുക്കുന്നു. അങ്ങനെ ഇരു നേതാക്കളും അവരുടെ രാജ്യത്ത് വലിയ നേട്ടമായി ഇപ്പോഴത്തെ ഈ ഇറാനെതിരായിട്ടുള്ള ആക്രമണം അത് ആ രീതിയിൽ പ്രചാരണം നടത്തുകയും ചെയ്തു. മറിച്ച് ഇറാനാകട്ടെ തങ്ങളുടെ പ്രതിരോധം തുടരും, പോരാടുകയല്ലാതെ തങ്ങൾക്ക് മുന്നിൽ മറ്റു വഴികളില്ല എന്ന ഒരു പ്രതികരണം ഇറാൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന ശുഭകരമായിട്ടുള്ളൊരു വാർത്ത, ചൈന ഇതിലൊരു മധ്യസ്ഥ ശ്രമത്തിന് ശ്രമിക്കുന്നുണ്ട് എന്നാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വരുന്നത്. ഏതായാലും ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ചൈനൻ വിദേശകാര്യമന്ത്രി സംസാരിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളുമായിട്ടൊക്കെ അദ്ദേഹം ഇതിനോടകം വിദേശകാര്യമന്ത്രി സംസാരിച്ചു എന്നറിയുന്നു. ഫ്രാൻസ് കൂടി ഒരു മധ്യസ്ഥ ശ്രമത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ കൂടുതൽ രാജ്യങ്ങൾ ഒരു മധ്യസ്ഥ ശ്രമത്തിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ശുഭസൂചനയുണ്ട്. പക്ഷേ അമേരിക്കയും ഇസ്രായേലും അതിനോടൊന്നും ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല. ഇത് വിജയിച്ച് അവസാനിപ്പിക്കുന്ന നിലപാട് ആ നേതാക്കളൊക്കെ തുടരുകയുമാണ്.